വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇപ്രകാരമാണ്. 10 കുഷ്ഠരോഗികൾ യേശുവിനടുക്കെ ചെല്ലുക. യേശു അവരെ അനുഗ്രഹിച്ചു. അവർ തിരിച്ചുപോയി വന്ന വഴി എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. അല്ലേ? എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. നന്ദി പറയാൻ എത്ര പേര് വന്നു? ഒരാൾ വന്നു. ഒരാൾ നന്ദി പറയാൻ തിരിച്ചു വന്നു. ഈശോ ചോദിക്കുന്നു, ബാക്കി 9 പേർ എവിടെ? അതിനകത്ത് വലിയ ഒരു ആത്മീയ രഹസ്യമുണ്ട്. ഈ 9 പേര് സൗഖ്യം മേടിച്ചുകൊണ്ട് ലോകത്തിലേക്ക് പോയി. സൗഖ്യം മേടിച്ച ഒരാൾ യേശുവിലേക്ക് വന്നു. യേശുവിനെ സ്വന്തമാക്കി, നിത്യരക്ഷ സ്വന്തമാക്കി, യേശുവിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു ഒരു വ്യക്തി. ബാക്കി 9 പേര് സൗഖ്യമായിട്ട് വീടുകളിലേക്ക് പോയി. യേശുവിനെ കൊണ്ടുപോയില്ല, സൗഖ്യമായിട്ട് പോയി. ഹല്ലേലൂയ. ഒരാൾ തിരിച്ചു വന്ന യേശു നന്ദിയും പറഞ്ഞു, യേശുവിനെയും സ്വന്തമാക്കി, സ്വർഗം സ്വന്തമാക്കി. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവം ഒരു അനുഗ്രഹം നൽകിയാൽ അത് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. എന്തിനാണ്? യേശുവിനെ മഹത്വപ്പെടുത്താൻ. ഞാൻ ഓരോ സൗഖ്യം കഴിയുമ്പോഴും ഇവിടെ പറയുന്നുണ്ട്, സൗഖ്യം നൽകുന്നത് യേശുവാ, അത്ഭുതങ്ങൾ ചെയ്യുന്നത് യേശുവാ, എല്ലാം യേശുവാണ് ചെയ്യുന്നത്. ആണോ? അതെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന യേശുവാണ്. മഹത്വം ആർക്കാണ്? യേശുവിനാണ്. യേശുവിന് നമ്മൾ മഹത്വം കൊടുക്കണം. അത് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. സിസ്റ്ററെ, ഇവിടുന്ന് നീങ്ങുന്നേ. സന്തോഷമാണോ? സന്തോഷമാണ്. സൗഖ്യം സാക്ഷി പറയാമോ? എൻ്റെ പേര് സിസ്റ്റർ ജോസ്ന. എനിക്ക് 15 വർഷമായിട്ട് കൈ ഭയങ്കര വേദന. മുമ്പായിട്ട് കൈ പൊങ്ങൂലായിരുന്നു. പിന്നെ 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ പോയി. 2 വർഷം മുമ്പ് MRI സ്കാൻ എടുത്തപ്പോൾ പേശിക്ക് കീറിയിരിക്കണേടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേശി ഇങ്ങനെ വട്ടം കീറിയിരിക്കണേന്ന് പറഞ്ഞു ഡോക്ടർ. അതായത് സിസ്റ്ററിൻ്റെ ഇടതുകൈയുടെ ഈ ഇവിടുത്തെ പേശി മസിൽ കീറിപ്പോയി. അത് കാരണം സിസ്റ്റർ കൈ ഉയർത്തത്തില്ല. കഠിനമായ വേദന 2 വർഷമായിട്ട് ആ അവസ്ഥയായിരുന്നു. 15 വർഷമായിട്ട് ഈ കൈക്ക് ആ അവസ്ഥയായിരുന്നു. കയ്യിൽ നിന്ന് പൊക്കിക്ക് സിസ്റ്ററെ കണ്ടോ, പൊങ്ങുകയായിരുന്നു കൈ. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് തൊട്ടു. സന്തോഷമായോ? സന്തോഷമായി.